അതുപോലെ തന്നെ ഇപ്പോൾ കിത്തോനെ പോലെ തന്നെ ഏറ്റവും അടുപ്പുള്ള ഒരു ജോൺ പോളിനെ പോലെ തന്നെ വേറൊരാളായിരുന്നു AR മുകേഷ് അല്ലേ? ഡെനിച്ചായൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ അടുപ്പുണ്ടായിരുന്ന മറ്റൊരു AR മുകേഷിന് ഒരുപാട് കഥകൾ ഞാൻ എടുത്തിട്ടുണ്ട്, തിരക്കഥ ചെയ്തിട്ടുണ്ട്. ആ സൗഹൃദം ഇന്നും തുടരുന്നുണ്ട്. ഒരു പോറലും ഉണ്ടായിട്ടില്ല, ആ സൗഹൃദത്തിന് ഒരു പോറലും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും ഈ സമാഗമത്തിൽ AR മുകേഷ് ഇല്ലാണ്ട് ഇത് പൂർണ്ണമാവില്ല. അപ്പോൾ നമുക്ക് മുകേഷിനെ കൂടി ഇങ്ങോട്ട് വിളിക്കാം. അടുത്ത ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം പ്രമുഖ കഥാകൃത്തും തിരക്കഥാകൃത്തുമായ ശ്രീ AR മുകേഷ്. മുകേഷ്, എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഡെനിച്ചായൻ്റെ സൗഹൃദങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ജോൺ പോൾ ഇവിടെ വന്നു, കിത്തുണ്ട്, അതേപോലെ തന്നെയാണ് ഒരുപാട് വർഷത്തെ ഒരു ബന്ധമുണ്ട് നിങ്ങൾ തമ്മിൽ. ഒരുപാട് വർഷത്തെ ബന്ധം ഡെന്നിസും കിത്തൊക്കെ ആയിട്ട്. ഞാൻ കയ്യെഴുത്ത് മാസം എഴുതി കഴിഞ്ഞ ശേഷം കഥകൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഡെന്നിസ് എടുത്ത് ചെല്ലുന്നത് ചിത്രപൗർണമിയിൽ. അന്ന് പ്രസന്നാണ് എന്നെ പരിചയപ്പെടുത്തിയത്. ഞങ്ങളുടെ ഒരു സുഹൃത്ത് വേറെ ഉണ്ടായിരുന്നു, മരിച്ചു ഉയർത്തിയത്. പിന്നെ അതിന് ശേഷം ഡെന്നിസിൻ്റെ ആത്മമിത്രമായിട്ട് മാറി അങ്ങോട്ട് കറങ്ങാൻ പോകും. പാച്ചുങ്കോലിനാണ് പല്ലിശ്ശേരി വിളിച്ചിരുന്നത്. ഞാനില്ലായിരുന്നു പാച്ചുങ്കോലിനും. അങ്ങനെ സിനിമ കഥ എഴുതാൻ വേണ്ടിയില്ല കേട്ടോ ഈ സാധാരണ സെറ്റപ്പ്. പിന്നെ അതിൽ പിന്നെ ഇത് പബ്ലിഷ് ചെയ്ത് നോവല്. അത് കഴിഞ്ഞ് കല്യാണാലോചന തുടങ്ങി ഡെന്നീസിൽ. അപ്പം ഇയാളുടെ മനസ്സിലോട്ട് കയറിപ്പറ്റാനുള്ള ഒരു മാർഗവും കൂടി ഇരുന്നത്. അങ്ങനെ ആ സിനിമ കയറിപ്പറ്റ പറഞ്ഞില്ല, അത് വേറെ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഡെന്നീസും കൂടി ഇങ്ങനെ കല്യാണ ദിവസം പറയുന്ന ഒരു 10-25 പെണ്ണുങ്ങൾ ഒരുമിച്ച് പോയി കണ്ടിട്ടുണ്ട്. ആ വൈകുന്നേരത്തൊരു എൻ്റർടൈൻമെൻറ്റ് ഇതായിരുന്നു പെണ്ണ് കാണാൻ പോക്ക്. അപ്പോൾ നമ്മൾ ഡെന്നിസ് നമുക്ക് കഴിഞ്ഞിട്ട് വരാപ്പുഴ ഒരു സ്ഥലത്ത് പോകണം, മറ്റേ സെറ്റപ്പ്. അങ്ങനെ പല സ്ഥലത്ത് പെണ്ണിട്ട് നടന്നില്ല. അവസാനം കൂനമ്മാവുള്ള സീനയെ പെണ്ണ് കാണാൻ വേണ്ടി പോയി. ഭാഗ്യത്തിന് തന്നെ കൊണ്ടുപോയില്ല. പറഞ്ഞില്ല, ഞാൻ പറഞ്ഞിട്ടാണ് കൊണ്ടുപോകണ്ടല്ല. നമ്മുടെ നോർത്തിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു ഞാനില്ല ഇവിടെ താൻ പറഞ്ഞു. അങ്ങനെ KP തന്നെയാണ് കൂടുതൽ ഇത് വന്നത്. അതുകൊണ്ട് കല്യാണം നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കല്യാണം നടന്നു. അങ്ങനെ ഒരുമിച്ച് ഫാമിലി സെറ്റപ്പായി. ആ സമയത്ത് ഇവിടെ ചെന്ന് നമ്മൾ കൂനമാരി ഞാനും വൈഫും കൂടി അവിടെ നെക്സ്റ്റായിട്ട് നിന്നപ്പോൾ പള്ളിയിൽ മുമ്പിൽ വെച്ചാണ് പറഞ്ഞത് ജോഷിക്ക് വേണ്ടി ഒരു കഥ വേണം. പള്ളിയുടെ മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട്, ആ കുരിശുപള്ളിയുടെ അവിടെ വെച്ച് ജോഷിക്ക് ഒരു കഥ വേണം. അപ്പം ഞാൻ ഒരു കഥ പറഞ്ഞു, അതാണ് ഒരു കുടക്കീഴി. ആദ്യം പറഞ്ഞ അതാണല്ലേ? ആദ്യം പറഞ്ഞു. ആ പടം കഴിഞ്ഞാൽ പിന്നെ ജോഷിക്ക് വേണ്ടി ഞങ്ങൾ റെഗുലർ എഴുതിയാണ്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം അതിൻ്റെ അടുത്ത് 2-3 ഐഡിയ പറയും, 2 സാധനം പറയും. അപ്പോൾ ഞാൻ പറയും ഞാൻ ജോഷിയോടെ താൻ പോയി ജോഷിയോട് പറഞ്ഞു, ഞാൻ പോകില്ല. ഞാൻ ജോഷിയോടെ നിങ്ങൾ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഒരുപാട് പടം ചെയ്തു. ജനുവരി ഓർമ്മ ഒരുപാട് സിനിമകൾ ഞങ്ങളിങ്ങനെ AR മുകേഷ്, കലൂർ ഡെന്നീസ്, ജോഷി, മമ്മൂട്ടി ഒരേ സമയത്ത് 2 പടം വരും. അല്ലെങ്കിൽ ഹിറ്റാണല്ലോ, പടം ഹിറ്റെന്ന് പറഞ്ഞാൽ ആ ടീമിനെ വിടൂല്ലോ. അങ്ങനെ ജോഷി, കലൂർ ഡെന്നീസ്, മുകേഷ് ടീമിൻ്റെ ആ ബന്ധം ഒരുപാട് ഇന്നും ഒരു ഫാമിലിയായിട്ടും ഇതായിട്ട് സൗഹൃദം തുടർന്നുകൊണ്ടിരിക്കുന്നു. കഥ പറയുമ്പോൾ ഡെനിച്ചായൻ തിരക്കഥ എഴുതുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എൻ്റെ കഥ ഇങ്ങനെ തിരക്കഥ ആക്കണ്ടായിരുന്നു എന്നൊക്കെ പലപ്പോഴും ഇല്ല, ഞങ്ങൾ ഒന്നിച്ചിരുന്നു. എനിക്ക് കോപ്പിയൊക്കെ എടുക്കാൻ നേരത്ത് ഇവനെല്ലാം ഇരിപ്പുണ്ട്. അപ്പം തന്നെ എഴുതുമ്പോൾ ഇഷ്ടമില്ലെങ്കിൽ പറയുമ്പോൾ അങ്ങനെ ഉടക്കൊക്കെ ചെയ്യും. ഉടക്കൊക്കെ ഞങ്ങൾ പിണങ്ങിയൊക്കെ ഇരിക്കും. അതിൻ്റെ അങ്ങനത്തെ ഒരു രസമൊന്നുമില്ല ഇന്നത്തെ ആ സൗഹൃദം പറയാറുണ്ട്. അല്ല, അത് വലിയ കാര്യമില്ല. കാരണം എന്താ പറയുക, നമ്മൾ അതിൻ്റെ ഭാഗമാകുന്നില്ല എന്നുള്ളത്. ഭാഗമായിട്ടുള്ള ആൾക്കാർക്ക് ഇന്നത്തെ സിനിമ രസമാണ്. അത് കാരണം അവർക്കിടയിൽ സൗഹൃദം ഉണ്ടാവും, നമ്മളത് അറിയില്ല എന്ന് മാത്രം. സൗഹൃദം ഇല്ലാതെ ലോകത്ത് ജീവിതം ഉണ്ടാവില്ല. എന്തായാലും നിങ്ങളുടെ സൗഹൃദം ഇങ്ങനെ തുടർന്നതിൽ നമുക്ക് ഞങ്ങളുടെ സൗഹൃദത്തിന് ഇന്നും ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും, കാര്യങ്ങളിൽ പോവും വരും. അത് ഇനിയും നേരം കിട്ടും. എനിക്കിങ്ങനെയൊക്കെ സംഭവിച്ചതിൻ്റെ ഇതിൽ ഞങ്ങൾക്ക് പഴയ പോലെ ഒന്നും അങ്ങനെ പോകാൻ പറ്റുന്നില്ല. ഞാൻ കണ്ണീരൊഴുക്കിയൊരു സംഭവം ഇവിടെ കാലിപ്പോയപ്പോൾ സെറ്റപ്പില്ല. അപ്പോൾ ലൂർദ് ഹോസ്പിറ്റലിൽ വെച്ചാണ് മുറിക്കാൻ വേണ്ടി ഡോക്ടർ വിളിച്ചിട്ട് പോകണത്. അപ്പോൾ ഈ സമയം ഡിനു പോയിട്ട് ഡോക്ടറെ കാണാൻ വേണ്ടി പോയിക്കാൻ തൽക്കാലം ഇവിടെ മുറിക്കേണ്ടതെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സമയത്ത് അനൗൺസ് ചെയ്ത് കലൂർ ഡെന്നീസിൻ്റെ ഓപ്പറേഷനാണ്, എല്ലാവർക്കും പ്രാർത്ഥിക്കാം. മറ്റേ കലൂർ ഡെന്നീസിൻ്റെ പലരുടെ എല്ലാവരുടെ പേര് അന്നത്തെ ഓപ്പറേഷനുള്ള ആൾക്കാരൊക്കെ പേര് വന്നു. അന്ന് സീനുണ്ടോ വരാന്തലുണ്ട്. ഞാനെ കണ്ണീന്ന് വെള്ളം വന്നു എനിക്ക്. അല്ല, എല്ലാവർക്കും ദുഃഖമുണ്ടായ ഒരു കാര്യമാണല്ലോ ഡെനിച്ചായൻ. ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നേ. ഇപ്പോൾ ഡെനിച്ചായന് കണ്ടിട്ടുള്ളൊരു പ്രത്യേകതയാണ് എല്ലാത്തിനെയും പ്രസന്നതയോടുകൂടി നേരിടുന്നു എന്നുള്ളതാണ്. ഒരു മനസ്സ് നമ്മളൊക്കെ പോയി കാണുമ്പോഴും ഇല്ലേ, അതൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ജീവിതത്തെ വളരെ പോസിറ്റീവായിട്ട് കാര്യം കുറിച്ച് കിടക്കുമ്പോൾ എൻ്റെ ഇപ്പം മുകേഷിനെ പോലെ തന്നെ ചില ആളുകൾ വരുമ്പോൾ കരയും അങ്ങോട്ട് കാണുമ്പോൾ തന്നെ. അപ്പോൾ എനിക്കും കരച്ചിൽ വരും. അല്ല,
അപ്പോൾ ഞാൻ പിന്നീട് ഇവർ വരുമെന്ന് പറയുമ്പോൾ ഞാൻ വരുമ്പോൾ തന്നെ ഞാൻ കോമഡി അടിക്കും, ആ എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഇവൻ പെടുന്ന കരയും. അത് നമ്മളിതിനെപ്പറ്റി കൂടുതൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല, വന്നത് ഇനി തിരിച്ച് കിട്ടില്ല. പിന്നെ അതിനെ അതിജീവിക്കുക. നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവും, പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും അങ്ങനെ ഒരു മനസ്സ് കിട്ടിയത് ഭാഗ്യം ഇല്ലേ? അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതാണ്, ആ പോസിറ്റീവായിട്ട് അതിനെ കാണുന്നു. ജീവിതം തിരിച്ചു പിടിക്കുക, ശരിക്കും ജീവിതം തിരിച്ചു പിടിച്ച ആളാണ് ഡെനിച്ചാൻ. അതിന് വളരെയധികം മരിച്ചു എന്ന് തന്നെ പറഞ്ഞതല്ലേ. അതെ, അതിന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ആ ഒരു ആത്മബലം, അതാണ് ഏറ്റവും വലിയൊരു ശക്തി. അതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എപ്പോഴും ഡെനിച്ചാനെ നമ്മൾ കാണുമ്പോൾ. അതാണ്. ഏതായാലും ഈ സൗഹൃദം അങ്ങനെ തുടരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇനിയും ഒരുപാട് വർഷം സൗഹൃദം നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഈ ഷോയിൽ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ശരി.